അമേരിക്ക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന ആണവ നിലയമാണ് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലുള്ള കൂടംകുളം. കൂടംകുളത്ത് നിന്ന് വലിയ തോതിൽ രഹസ്യ വിവരങ്ങൾ ചോർന്നു എന്നുള്ള വിവരം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന റോയിട്ടറാണ്. റോയിട്ടർ പറയുന്നതനുസരിച്ച് കൂടംകുളം ആണവ നിലയത്തിൻ്റെ വെന്റിലേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ്, കൺട്രോൾ റൂമിൻ്റെ ലേഔട്ട്, അവിടേക്ക് ഇന്ധനം യുറേനിയം അല്ലെങ്കിൽ പ്ലൂട്ടോണിയം ഇന്ധനം കൊടുക്കുന്ന ഡീലർമാരുടെ സപ്ലയർമാരുടെ വിവരങ്ങൾ, പ്രൊജക്റ്റ് ഡോക്യുമെൻറ്റ്സ്, ഇവയെല്ലാം ഉൾപ്പെടുന്ന 8,85,000 ഡാറ്റ ഫയൽസ് ചോർന്നിരിക്കുന്നു എന്നാണ് റോയിട്ടർ, അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, കൂടംകുളം ഒരു കാലത്ത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ചർച്ചയായിരുന്ന ഒരു സമരമായിരുന്നു. കൂടംകുളം ആണവ നിലയം വരുന്നതിനെതിരെ തമിഴ്നാട്ടിൽ വലിയ സമരമായിരുന്നു. ഉദയകുമാർ എന്ന് പറയുന്ന ഡോക്ടർ SP ഉദയകുമാർ എന്ന് പറയുന്ന ഒരു ഡോക്ടറെ മുൻനിർത്തി സമരം നടത്തിയത് കത്തോലിക്ക സഭയാണ്. ഇടന്തക്കരയിലെ അവർ ലേഡി ഓഫ് ലൂർദ് എന്ന് പറയുന്ന കത്തോലിക്ക പള്ളിയുടെ മുറ്റത്ത് പന്തലിട്ട് പുരോഹിതന്മാർ ലോഹയിട്ടവർ നടത്തിയ സമരമാണ്. അവിടെ ആണവ നിലയം വരാൻ പാടില്ല. ആ ആണവ നിലയം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പരിസ്ഥിതിക്ക് വലിയ തകർച്ച ഉണ്ടാകും. മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ പിടിക്കാൻ പറ്റില്ല. ആണവ നിലയത്തിൽ നിന്നുള്ള ചൂടുവെള്ളം ഒഴുകി കടൽ വെള്ളം തിളച്ചു മറിയും എന്നൊക്കെ പറഞ്ഞ് വലിയ സമരം നടത്തി. കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ അങ്ങോട്ട് പുറപ്പെട്ടു. കേരളത്തിൻ്റെ അതിർത്തി വരെ ചെന്നിട്ട് തിരിച്ചു പോന്നു. ഇങ്ങനെ ഒരുപാട് നാടകീയ രാഷ്ട്രീയ സംഭവവികാസങ്ങളുണ്ടായി. അവിടെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഒരാണവ കേന്ദ്രം വരുന്നതിനെ അതിശക്തമായി കേരളത്തിലെ തമിഴ്നാട്ടിലെ കത്തോലിക്ക സഭ എതിർത്തു. എന്തുകൊണ്ടാണ്? കാരണം അവിടെ ഇന്ത്യ സ്ഥാപിക്കുന്ന കൂടംകുളം ആണവ നിലയം KKNPP എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കുന്നത് റഷ്യയാണ്. റഷ്യയുമായി 1988 രാജീവ് ഗാന്ധിയും റഷ്യൻ പ്രസിഡന്റായിരുന്ന ഗോർബച്ചേവും തമ്മിലുള്ള കരാറിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ കൂടംകുളത്ത് കാണുന്ന ആണവ കേന്ദ്രം ഉണ്ടായത്. തമിഴ്നാട്ടിലെ വിവേകാനന്ദ പാറയിൽ കയറി നിന്നാൽ ദൂരെ കാണാം കൂടംകുളത്തിൻ്റെ ഒരു നേരിയ ചിത്രം. തിരുനെൽവേലി ജില്ലയിലാണ്. കൂടംകുളത്ത് 2 പ്ലാന്റുകളുണ്ട്. 2 പ്ലാന്റുകളിലായി 2000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി 4 പ്ലാന്റുകൾ കൂടി പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്കാണ് ആ ആണവ കേന്ദ്രത്തിലെ നിർണായകമായ വിവരങ്ങൾ ചോർന്നു പോയിരിക്കുന്നു എന്ന വിവരം വന്നിരിക്കുന്നു. ഇപ്പോൾ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഏതാണ്ട് ഈ വാർത്ത സ്ഥിരീകരിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഇത് BWER-1000 എന്ന് പറയുന്ന റിയാക്ടർ ടെക്നോളജി ഉപയോഗിച്ച് റഷ്യ ഉണ്ടാക്കിയിരിക്കുന്ന ആണവ നിലയമാണ്. അതിൻ്റെ റിയാക്ടറിൻ്റെ സെൻസിറ്റീവ് ഡിസൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു പോയിട്ടില്ല എന്നാണ് ഔദ്യോഗികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മാത്രമല്ല, അതിൻ്റെ ഓപ്പറേഷൻസിനെ ബാധിച്ചിട്ടില്ല, റേഡിയേഷൻ ലീക്കില്ല, ഏതാനും ഡാറ്റ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ മാത്രമാണ് ചോർന്നിരിക്കുന്നത് എന്ന് പറയുന്നു. ഏതായാലും രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ കുറച്ചായിട്ട് കാണുന്നുണ്ട്. ISROയിൽ നിന്ന് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ. കൊച്ചിയിലെ കപ്പൽ നിർമ്മാണശാലയിൽ ചാരന്മാർ അവിടുത്തെ ഡാറ്റ ഹാർഡ് ഡിസ്ക് ഒക്കെ അടിച്ചുകൊണ്ട് പോകുന്നു. അവിടെ I love പാകിസ്ഥാൻ എന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രിട്ടീഷ് കപ്പലിൽ, ബ്രിട്ടീഷ് യാനത്തിൽ എഴുതുന്നു. ISROയുടെ ദൗത്യങ്ങൾ പരാജയപ്പെടുന്നു. അജിത് ഡോവൽ വരുന്നു. അതിലൊക്കെ ഉപരി കഴിഞ്ഞ ദിവസങ്ങളിലായി, കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ ഏതാണ്ട് 10ഓളം CIA ചാരന്മാരെ പിടികൂടുന്നു. ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തു. നേപ്പാൾ അതിർത്തിയിൽ ഉത്തർപ്രദേശിൽ നിന്ന് ജോർദാൻ ബ്രൗൺ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു കമാൻഡോയെ പിടികൂടി. അയാളുടെ പാസ്പോർട്ടൊന്നും ഇല്ല എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇന്ന് വരുന്ന വാർത്ത, അയാളുടെ പക്കൽ നിന്ന് അയാൾക്കൊരു ചൈനീസ് പാസ്പോർട്ട് കണ്ടുപിടിച്ചു. കടൽ മാർഗം ശ്രീലങ്കയിലെത്തി, ശ്രീലങ്കയിൽ നിന്ന് ഗോവ വഴി വന്നിറങ്ങി, ഇങ്ങനെയൊക്കെ പറയുന്നു. വളരെ ദുരൂഹമായ ചില കാര്യങ്ങൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പിടിക്കപ്പെടുന്നതെല്ലാം അമേരിക്കൻ ചാര സംഘടനയായ CIA-യുമായി ബന്ധമുള്ളവരും ഇവാഞ്ചലിസ്റ്റുകളുമാണ്. ഇവാഞ്ചലിസ്റ്റുകളുടെ പിന്നിൽ CIA ആണെന്ന് എല്ലാവർക്കും അറിയാം. ഏതായാലും കൂടംകുളത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് ഈ വെള്ള നൈറ്റി ഇട്ട കുറേ ആളുകൾ നടത്തിയ സമരമാണ്. ഈ നാട്ടിൽ പരിസ്ഥിതി എന്ന് പറഞ്ഞ് രാജ്യത്തിൻ്റെ ഊർജ്ജ മേഖലയിൽ എന്തു വികസനം രാജ്യം മുന്നോട്ട് വച്ചാലും അതിനെ അട്ടിമറിക്കാൻ അമേരിക്കൻ ശക്തികൾ, സാമ്രാജ്യത്വ ശക്തികൾ, CIA ശ്രമിക്കുന്നു എന്ന് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഒരു IB-യുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇന്ത്യ എനർജി സെക്ടറിൽ ഇന്ത്യ മുന്നോട്ട് വരുന്നതിനെ തടയിടാൻ ശ്രമിക്കുന്നു. അതിൻ്റെ കൂടി ഭാഗമാണ് ഈ റഷ്യയുടെ സഹായത്തോടെ നമ്മൾ ആരംഭിക്കുന്ന ഈ പദ്ധതി അട്ടിമറിക്കുക. അതിനുവേണ്ടി കൃത്യമായിട്ടും അവർ ഉപയോഗിച്ചത് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ്. നിങ്ങൾ എവിടെ നോക്കിയാലും പരിസ്ഥിതി എന്ന പേരിൽ പ്രക്ഷോഭവുമായി ഇറങ്ങുന്നത് ആരാണ്?
ഇപ്പോൾ ഈ വലിയ ഇടുക്കി ജില്ലയിലെ ഒരു വലിയ സമരത്തെക്കുറിച്ച്, പരിസ്ഥിതി സമരത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. അത് ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ അതിനെ നഖശികാന്തം എതിർത്തു. അതിന് അങ്ങനെ എതിർത്തതിൻ്റെ ഫലമായിട്ട് നമ്മൾ വയനാട്ടിലൊക്കെ കണ്ടതാണ് വലിയ ദുരന്തങ്ങൾ. പക്ഷേ ഇടുക്കിയിൽ അടക്കം ഈ ഗാഡ്ഗിലിനെതിരെ വരാനുള്ള കാരണങ്ങളിലൊന്നായി പറഞ്ഞു കേൾക്കുന്ന കിംവദന്തികളിലൊന്നും എന്താണെന്നറിയാമോ? സഭയ്ക്ക് അല്ലെങ്കിൽ സഭയിലെ ചില ഉന്നതന്മാർക്ക് ഈ മേഖലയിൽ ക്വാറികളുണ്ട്. പാറ പൊട്ടിക്കുന്നു, അവർ പാറ പൊട്ടിച്ച് വലിയ തോതിൽ സമ്പന്നരാകുന്നു. അതിനെ ബാധിക്കും എന്ന് വന്നതുകൊണ്ടാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ഗാഡ്ഗിലിനെ തെറി പറയാനും അതിനെതിരെ സമരം നടത്താനും വന്നത് എന്നൊരു ആക്ഷേപമാണ്. അത് നിഷേധിക്കാൻ ആരും വന്നിട്ടില്ല, തെറ്റാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ആ ആക്ഷേപം ഇപ്പോഴും അന്തരീക്ഷത്തിൽ സജീവമായി നിൽക്കുന്നുണ്ട്. അതുപോലെയാണ് കൂടംകുളത്തിൻ്റെ കാര്യം. കൂടംകുളത്ത് ഇത് ആദ്യമാണോ? 2019 കൂടംകുളത്തെ കമ്പ്യൂട്ടർ ശൃംഖല ഹാക്ക് ചെയ്യാൻ ശ്രമം നടന്നിരുന്നു. ഡിട്രാക്ക് എന്ന മാൽവെയർ ആണ് അന്ന് ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. ലാറസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഹാക്കർമാരാണ് ഈ ഹാക്കിങ്ങിന് ശ്രമിച്ചതെന്ന് 2019 ഒക്ടോബർ മാസത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു. പക്ഷേ അന്ന് പറഞ്ഞത് അതിനകത്ത് അവിടെ കൺട്രോൾ സിസ്റ്റത്തെ ഒന്നും ബാധിച്ചില്ല, അവിടുത്തെ ഒരു കമ്പ്യൂട്ടറിലേക്ക് ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഒരു സിസ്റ്റത്തെ മാത്രമാണ് ബാധിച്ചത്, ആകെ ഒരു കമ്പ്യൂട്ടറിനെ മാത്രമാണ് ബാധിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി വളരെ തന്ത്രപ്രധാനമായ ഏതാണ്ട് 19,000 ഡോക്യുമെൻറ്റ്സ്, അത് 8,85,000-ഓളം ഡാറ്റ ഫയലുകളിലായി സൂക്ഷിച്ചിരുന്ന ഈ ഫയലുകൾ ചോർന്നു എന്ന് മാത്രമല്ല, അവ ഇപ്പോൾ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. അതായത് നമ്മുടെ കൂടംകുളത്തെ ആണവ നിലയത്തിൻ്റെ വളരെ സുപ്രധാനമായ രേഖകൾ, കൺട്രോൾ റൂമിൻ്റെ ഘടന, അതിൻ്റെ ലേഔട്ട്, ആരൊക്കെ നമുക്ക് ആണവ ഇന്ധനം നൽകുന്നു എന്നതിൻ്റെ സപ്ലൈ ലിസ്റ്റ്, പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം ചോർന്നു എന്ന് പറഞ്ഞാൽ അതീവ ഗൗരവമുള്ള സ്ഥിതിയാണ്. നമ്മുടെ ആണവ നിലയത്തിൻ്റെ അകത്ത് എന്തൊക്കെ നടക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ അത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നവർക്ക് കഴിയുന്നു. അതുമാത്രമല്ല, അവർക്കറിയാവുന്ന വിവരങ്ങൾ അവർ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനും തയ്യാറായിരിക്കുന്നു. പണം കൊടുത്ത് ആർക്കും വാങ്ങാം. ആരൊക്കെ വാങ്ങിയിരിക്കും ഇതിനകം ആലോചിക്കണം. ഡാർക്ക് വെബിൽ നടക്കുന്ന ഇത്തരം കച്ചവടങ്ങളുണ്ടല്ലോ, അത് പൈസ കൊടുത്താൽ ആരുടെ വിവരങ്ങളും കിട്ടും. ഡാറ്റ ചോർച്ച, ഇത് കേവലം ഡാറ്റ ചോർച്ച എന്ന് പറഞ്ഞ് നമുക്ക് ഒതുക്കാൻ പറ്റില്ല. കാരണം രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒരട്ടിമറി, ഈ പറയുന്നത് പോലെ ഹാക്ക് ചെയ്തു സിസ്റ്റത്തെ അവരുടെ നിയന്ത്രണത്തിലാക്കിയാൽ അതിൻ്റെ ഓപ്പറേഷണൽ സംവിധാനത്തെ വരെ അട്ടിമറിക്കാൻ കഴിയുമെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാക്കും. ആണവ നിലയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചാൽ, അതിന് തകരാറ് പറ്റിയാൽ ഉണ്ടാകുന്ന റേഡിയേഷൻ അടക്കമുള്ള ദുരന്തങ്ങൾ നമ്മൾ ആലോചിക്കണം. അത്തരം അവസ്ഥയിലേക്ക് ആണവ നിലയത്തെ മാറ്റാനുള്ള ശ്രമമാണോ നടന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും അതീവ ഗുരുതരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് വളരെ വല്ലാത്ത ആശങ്കയോടുകൂടിയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ രാജ്യത്ത് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നൊരു തോന്നൽ പൊതുവിലുണ്ടായിരിക്കുന്നു. അതിനുവേണ്ടി അശ്രാന്തം നിരന്തരം ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ ജോർദാൻ ബ്രൗണിൻ്റെ വാർത്ത പറഞ്ഞപ്പോൾ എൻ്റെ ചില ആളുകൾ വിളിച്ചു, എന്നോട് പറഞ്ഞു, നോക്കൂ അയാൾ സഞ്ചരിച്ച റൂട്ട് കണ്ടോ, ഇന്തോനേഷ്യ, അങ്ങനെ കറങ്ങി ഗോവ വരെയുള്ള റൂട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് സ്ഥിരം സഞ്ചരിക്കുന്ന റൂട്ടാണല്ലോ എന്ന് പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉള്ളവർ ശ്രമിക്കുന്നു എന്ന് നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് സംശയമുണ്ടാകുന്നു എന്നതിൻ്റെ തെളിവാണ് എന്നോട് അങ്ങനെ സംസാരിച്ച ആളുകളുടെ പ്രതികരണങ്ങൾ. അപ്പോൾ രാജ്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ആരെയും കൂട്ടുപിടിക്കുന്ന തരത്തിലേക്ക് പ്രതിപക്ഷം മാറിയിരിക്കുന്ന സമയത്താണ് നിരന്തരം ഓരോ ദിവസവും എന്നോണം CIA ബന്ധമുള്ള ആളുകളെ പിടികൂടുന്നതും അമേരിക്കയുടെ തീട്ടൂരങ്ങൾക്ക് വഴങ്ങാതെ നമ്മൾ അവരെ UAPA ചുമത്തി തന്നെ ജയിലിലടയ്ക്കുന്നു. ഇപ്പോൾ കൂടംകുളത്തെ ഈ സ്ഥിതി കൂടി വരുമ്പോൾ നമുക്ക് വല്ലാതെ ആശങ്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഭയം വേണ്ട, ജാഗ്രത മതി. കാരണം ഇതൊക്കെ നേരിടാനും പരിഹരിക്കാനും പ്രതിക്രിയ ചെയ്യാനും ശേഷിയുള്ള ഒരു ഭരണകൂടം നമുക്കുണ്ട് എന്നതാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ. ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ ഉറപ്പായും ഇപ്പോൾ തന്നെ ചെയ്യണേ.